ഹലോ, ഇന്ന് നവംബർ 12. 1986 നവംബർ 12 ജനിച്ച ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി പറ്റിയുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലി പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകനും പ്രകൃതി ശാസ്ത്രജ്ഞനുമാണ്. 1986 നവംബർ 12 മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത്. 10 വയസ്സ് പ്രായമുള്ള സലീമിന് ഒരിക്കൽ അമ്മാവിനൊരു എയർഗൺ സമ്മാനമായിട്ട് കൊടുത്തു. ആ എയർഗൺ ഉപയോഗിച്ച് ഒരു മഞ്ഞ പക്ഷിയെ വെടിവെച്ചു. ആ പക്ഷിയുടെ ശരീരവുമായിട്ട് അമ്മാവൻ്റെ അടുത്ത് വരികയും ഇത് ഏതിനം പക്ഷിയാണെന്ന് അമ്മാവനോട് കൗതുകത്തോടെ ചോദിക്കുകയും ചെയ്തു. സലീമിന് പക്ഷികളോടുള്ള കൗതുകം മനസ്സിലാക്കിയ അമ്മാവൻ അദ്ദേഹത്തെ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരുപാട് സ്റ്റഫ്ഡ് പക്ഷികളെയൊക്കെ അദ്ദേഹം കാണുകയുണ്ടായി. അപ്പോൾ താൻ വെടിവെച്ചു കൊന്ന അതേ മഞ്ഞ നിറമുള്ള ഒരു പക്ഷി അവിടെ വെച്ച് കണ്ടു. അങ്ങനെ പക്ഷികളോടുള്ള കൗതുകം ഒരുപാട് വർദ്ധിക്കുകയും പക്ഷികളെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷിശാസ്ത്രത്തെ പറ്റിയിട്ടും പക്ഷികളെ പറ്റിയിട്ടുമൊക്കെ അദ്ദേഹം നിരവധി വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ രചിച്ചു. ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഡോക്ടർ സലീം അലിയുടെ ബുക്ക് പക്ഷിശാസ്ത്രത്തിലെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ഒരു കുരുവിയുടെ പതനം എന്നുള്ളതാണ് സലീം അലിയുടെ ആത്മകഥ. 1958 പത്മഭൂഷണും 1976 പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. 1987 ജൂൺ 20 അദ്ദേഹം അന്തരിച്ചത്. ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നൊരു വിശേഷണം ഡോക്ടർ സലീം അലിക്കുണ്ട്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ പല പക്ഷിവർഗ്ഗങ്ങളുടെയും പേരറിയപ്പെടുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ദേശീയ ഉദ്യാനം കേരളത്തിലുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ ആൻസർ കമൻറ്റ് ചെയ്യണം. ഞാൻ ക്ലൂ തരാം. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ റേഞ്ചിൽ മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1983 സ്ഥാപിതമായ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണിത്. ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി എന്ന് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ദേശീയോദ്യാനം ഏതാണ്? മനസ്സിലായാൽ ആൻസർ വേഗം കമൻറ്റ് ചെയ്തോളൂ.